Intercession for India. Intercession for India. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ സമയത്ത് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛനെ ഓർത്ത് അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരുടെ വലിയ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ, പ്രത്യേകമായി അച്ഛനായിരിക്കുന്ന അവസ്ഥയിൽ സാഹചര്യത്തിൽ കൂടെ ഉണ്ടാകട്ടെ. വിശുദ്ധ മിഖായേലേ, അങ്ങയുടെ ഉന്നതമായ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം, അന്ന് നിന്റെ ജനത്തിൻ്റെ ചുമതലയുള്ള മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. മിഖായേലേ, അങ്ങയുടെ ഉന്നത സാന്നിധ്യവും സംരക്ഷണവും ഈ ആരാധനയിലും ഞങ്ങളോട് ഓരോരുത്തരോടും ഒപ്പവും, പ്രത്യേകമായി അച്ഛൻ്റെ കൂടെയും ആ സാഹചര്യങ്ങളിലും ഉണ്ടാകട്ടെ. ഗബ്രിയേൽ ദൈവദൂതൻ്റെ ഉന്നത സാന്നിധ്യവും സംരക്ഷണവും കൂടെ ഉണ്ടാകട്ടെ. റഫായേൽ ദൈവദൂതൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഉണ്ടാകട്ടെ. 7 പ്രധാന ദൈവദൂതന്മാരെ, നവവൃന്ദം മാലാഖമാരെ, നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകട്ടെ. 34-ാം സങ്കീർത്തനം 7-ാം വാക്യം, കർത്താവിൻ്റെ ദൂതരുടെ ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കുന്നു. ദൂതന്മാരെ, പാളയമടിച്ച് കാവലൊരുക്കി സംരക്ഷിക്കണമേ. വിശുദ്ധാത്മാക്കളെ, നിങ്ങളുടെ ഉന്നത മധ്യസ്ഥത്തിന് സമർപ്പിക്കുന്നു. വിശുദ്ധ സ്ലേഹന്മാരെ, വിശുദ്ധാത്മാക്കളെ, വേദസാക്ഷികളെ, വന്ദകരെ, വാഴ്ത്തപ്പെട്ടവരെ, ധന്യരെ, ഞങ്ങൾ പ്രത്യേകം മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരെ, പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, പ്രത്യേകമായും വിശുദ്ധ ഔസേപ്പ് പിതാവേ, പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമ്മേ മരിയ റോസാമിസ്റ്റിക്കായി അമ്മയുടെ തിരുരക്ത കണ്ണീർക്കണങ്ങളാൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പ്രത്യേകമായി വിശുദ്ധ മത്തായി ശ്ലീഹായുടെ പ്രത്യേക സാന്നിധ്യത്തിനും മധ്യസ്ഥത്തിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിൻ്റെ സംരക്ഷണത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ പിതാവിനോടൊന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടെ നിങ്ങൾക്ക് നൽകും. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ഉന്നത സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പ്രത്യേകമായി ഉണ്ടാകട്ടെ. പ്രത്യേകമായിട്ട് അച്ഛൻ്റെ അടുത്ത് ആ സാഹചര്യങ്ങളിൽ അവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും കൂടെ കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ സംരക്ഷണം, ഇത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും ഈശോമിശിഹ കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ഉന്നത സംരക്ഷണം കൂടെ ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ ഉന്നത സാന്നിധ്യത്തിന് സംരക്ഷണവും അഭിഷേകവും കർത്താവേ കൂടെ ഉണ്ടാകട്ടെ. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ വിശുദ്ധ യോഹന്നാനും പത്രോസും കൂടി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ജന്മനാ മുടന്തനായ മനുഷ്യനെ കണ്ടു. പത്രോസ് പറഞ്ഞു, പൊന്നോ വെള്ളിയോ എനിക്ക് നിനക്ക് തരാനില്ല, എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക, എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ഉന്നത സൗഖ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ സാന്നിധ്യത്തിനും മധ്യസ്ഥത്തിനും വലിയ രോഗശാന്തിക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ പിതാവിനോടൊന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എല്ലാം നൽകും. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ സൗഖ്യ സംരക്ഷണത്തിന് യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം, മരുന്നോ ലേപനാഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ഉന്നത സംരക്ഷണം കടന്നു വരട്ടെ. സങ്കീർത്തനം 107:20, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയും സംരക്ഷണത്തിൻ്റെയും വലിയ കൃപയ്ക്കും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിന് സമർപ്പിക്കുന്നു. 1 യോഹന്നാൻ 1:7, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപങ്ങളും നീക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു.
കർത്താവെ അങ്ങയുടെ തിരുരക്തത്താൽ സംരക്ഷിക്കണമേ. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടത് പൊന്നോ വെള്ളിയോ കൊണ്ടല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ, മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലാണ്. കർത്താവെ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സൗഖ്യത്തിന് സമർപ്പിക്കുന്നു. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായിരിക്കുന്നു. ഈശോയെ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ വിശുദ്ധ കുരിശ് സംരക്ഷണ കോട്ടയായി ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടാകട്ടെ. കർത്താവെ പ്രത്യേകമായിട്ട് ആശുപത്രിയിലെ സാഹചര്യങ്ങളിൽ, ആ സാഹചര്യങ്ങളിലായിരിക്കുന്ന ഓരോരുത്തരോടും കൂടെ ഡോക്ടർമാർ, നേഴ്സുമാർ, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ച് അച്ഛൻ്റെ ചുറ്റും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണ ശക്തി കൂടെ ഉണ്ടാകട്ടെ. കൊളോസോസ് 2:14-15 വാക്യങ്ങൾ. നമുക്ക് ഹാനികരമായിരുന്ന ലിഖിത നിയമങ്ങളെ അവിടുന്ന് മായ്ച്ചു കളയുകയും കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവിടുന്ന് നിരായുധമാക്കി അവയുടെ മേൽ കുരിശിൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി. ഈശോയെ, ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് കർത്താവെ ആരാധിക്കുന്നു. പ്രത്യേകമായി അച്ഛനെ സമർപ്പിച്ച് ആരാധിക്കുന്നു. അച്ഛൻ്റെ നാഡീഞരമ്പുകൾ, ശരീരകോശങ്ങൾ, അസ്ഥികൾ, മാംസപേശികൾ, രക്തചംക്രമണ വ്യവസ്ഥകൾ, കർത്താവെ ശരീരം, മനസ്സ്, ആത്മാവെല്ലാം സമർപ്പിക്കുന്നു. അങ്ങയുടെ ഉന്നത നാമത്തിൻ്റെ മഹത്വത്തിന് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദേവാലയത്തിൽ ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ സാന്നിധ്യവും മഹത്വവും ആ സ്ഥലം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ഉന്നതമായ മഹത്വം കർത്താവെ, സീനായി മലയിൽ എരിയുന്ന മുൾപടർപ്പിൽ മോശ ദർശിച്ച അങ്ങയുടെ മഹത്വം, കർത്താവെ കാൽവരി മലയിൽ അങ്ങയുടെ തിരുരക്തമൊഴുകി അങ്ങയുടെ തിരുമരണ സമയത്ത് ദർശിച്ച അതേ മഹത്വം താബോർ മലയിൽ അങ്ങ് രൂപാന്തരപ്പെട്ടപ്പോൾ അവിടെ കടന്നു വന്ന അങ്ങയുടെ ഉന്നത മഹത്വം കർത്താവെ സ്ഥലം മുഴുവൻ വ്യാപരിക്കട്ടെ. കർത്താവെ വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ, കർത്താവെ സമാഗമ കൂടാരത്തിൻ്റെ ചുറ്റും മഹത്വത്തിൻ്റെ മേഘത്തിലിറങ്ങി അങ്ങയുടെ മഹത്വം, ജെറുസലേം ദേവാലയത്തിൻ്റെ മുകളിൽ പ്രകാശിച്ച അങ്ങയുടെ മഹത്വം, കർത്താവെ അങ്ങ് ജനിച്ചപ്പോൾ മലാഹമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം. ആ വലിയ ദൈവിക മഹത്വം കർത്താവെ ഈ ദേവാലയത്തിലായിരിക്കുന്നത് പോലെ ആ സ്ഥലം മുഴുവൻ വ്യാപരിക്കട്ടെ, ആ ആശുപത്രി മുഴുവൻ വ്യാപരിക്കട്ടെ. കർത്താവെ ഞങ്ങളുടെ സ്ഥലങ്ങൾ മുഴുവൻ വ്യാപരിക്കട്ടെ. കർത്താവെ മാലാഹമാരോട് ചേർന്ന് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, വിശുദ്ധാത്മാക്കളോട് ചേർന്ന് ആരാധിക്കുന്നു, ഉന്നത ദൈവശക്തിയോട് ചേർന്ന് ആരാധിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും നിത്യനുമായ ദൈവം പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും നിത്യനുമായ ദൈവം പരിശുദ്ധൻ. കർത്താവെ അങ്ങയുടെ ഉന്നത സാന്നിധ്യവും മഹത്വവും ഈ ദേവാലയത്തിൽ ദർശിക്കുന്നത് പോലെ ആ സ്ഥലം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്ഥലം മുഴുവൻ വ്യാപരിക്കട്ടെ. കർത്താവെ യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദർശിക്കുന്ന ദൈവിക മഹത്വത്തിന്റെ ശക്തി, കർത്താവെ ദൈവത്തിന്റെ ഉന്നത മഹത്വം ദേവാലയത്തിൽ ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. അവിടുത്തെ മഹത്വം ദേവാലയം മുഴുവൻ നിറഞ്ഞിരുന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് പാദങ്ങളും 2 ചിറകുകൾ കൊണ്ട് മുഖവും മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. കർത്താവിൻ്റെ ഈ ഉന്നത മഹത്വം ദർശിച്ച് അച്ഛന് ചുറ്റും ആ ആശുപത്രി മുഴുവൻ, ആ സ്ഥലങ്ങൾ മുഴുവൻ ദൈവ മഹത്വം വ്യാപരിക്കാൻ കർത്താവിൻ്റെ മുൻപിലേക്ക്, അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ രണ്ടും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ ഉന്നത മഹത്വത്തിന്റെ ശക്തി, അങ്ങയുടെ ഉന്നത സാന്നിധ്യത്തിന്റെ ശക്തി കർത്താവേ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് പിടിപ്പിച്ചു. കർത്താവേ അങ്ങയുടെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അങ്ങയുടെ അഭിഷേകത്തിന്റെ നിറവ് വ്യാപരിക്കട്ടെ, അങ്ങയുടെ ഉന്നത സാന്നിധ്യം നിറയട്ടെ. കർത്താവേ അങ്ങയുടെ ഉന്നതമായ സംരക്ഷണം കടന്നു വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആരാധന ഗാനത്തിൽ ഞങ്ങളെയും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളും
പ്രത്യേകമായിട്ട് അച്ഛനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവെ അങ്ങയുടെ സന്നിധികൾ സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മയും മാതാവേ അമ്മയുടെ ഉന്നത മധ്യസ്ഥത്തോടുകൂടി സമർപ്പിക്കുന്നു. കർത്താവെ ഈ ദേവാലയത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനാ യോഗ്യതകളോടും ഈ വിശുദ്ധ ബലിപീഠത്തിൽ അച്ഛൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോടും കർത്താവേ അച്ഛൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളുടെ യോഗ്യതകളോടും അർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനയുടെയും ആരാധിച്ച എല്ലാ ആരാധനകളുടെയും പ്രത്യേകമായി സമർപ്പിച്ച എല്ലാ കുദാശകളുടെ യോഗ്യതയാൽ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ഗാനത്തിൽ ഞങ്ങളെയും പ്രത്യേകമായിട്ട് അച്ഛനെയും ഈ ദേവാലയത്തെയും ഞങ്ങൾ ഓരോരുത്തരുടെയും നിയോഗങ്ങളും കർത്താവെ രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ആരാധനയായ വിശുദ്ധിയുള്ള ആരാധനയായ ചേർന്ന് പാടാം. ജീവനുള്ള ആരാധനയായ വിശുദ്ധിയുള്ള ആരാധനയായ ചേർന്ന് പാടട്ടെ. ജീവനുള്ള ആരാധനയായ ശുദ്ധിയുള്ള ആരാധനയായ സ്വരമുയർത്തി ചേർന്ന് പാടട്ടെ. ജീവനുള്ള ആരാധനയായ വിശുദ്ധിയുള്ള ആരാധനയായ കൂടി സ്വരമുയർത്തി പാടട്ടെ. ജീവനുള്ള ശുദ്ധിയുള്ള ആരാധനയായ വിശ്വാസത്തോടെ ആദരം തുറന്ന് ജീവനുള്ള വിശുദ്ധിയുള്ള ആരാധനയായ തിരുമുൻപിൽ നിന്നിടുക തിരുമുഖം പ്രസാദിക്കുക തിരുമുൻപിൽ നിന്നിടുക തിരുമുഖം പ്രസാദിക്കുക കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ കൃഷിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ കൃഷിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ ദേഹം ദേഹിയാമിനെ സൗരഭ്യമീടണേ ചേർന്ന് പാടട്ടെ. ദേഹം ദേഹിയാമിനെ സൗരഭ്യമീടണേ സ്വരമുയർന്ന് പാടട്ടെ. ദേഹം ദേഹിയാമിനെ സൗരഭ്യമീടണേ ഒരിക്കൽ കൂടി പാടരുതേ. ദേഹം ദേഹിയാമിനെ സൗരഭ്യമീടണേ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് ദേഹം ദേഹിയാമിനെ സൗരഭ്യമായി തീർത്തിടണേ പാടട്ടെ. ദേഹം സൗരഭ്യമായി തീർത്തിടണേ വിശ്വാസത്തോടെ സ്വരമുയർത്തി ദേഹം ദേഹിയാമിനെ സൗരഭ്യമായി തീർത്തിടണേ സ്വരമുയർത്തി പാടട്ടെ. ദേഹം ദേഹിയാമിനെ സൗരഭ്യമായി തീർത്തിടണേ വിശ്വാസത്തോടെ പാടാം. ദേഹം ദേഹിയാമിനെ സൗരഭ്യമായി തീർത്തിടണേ ഓ ദേഹം ദേഹിയാമിനെ സൗരഭ്യമായി തീർത്തിടണേ സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ.
യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയേ ഈശോയേ സ്വരമുയർത്തി സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയേ 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 ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ. ചേർന്ന് പാടാം. ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ. ഒരിക്കൽ കൂടി പാടാം. ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ. ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ. നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം. നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം. ദേഹം ദേഹിയാവിനെ സൗരഭ്യമതീരണേ. ചേർന്ന് പാടേ. ദേഹം ദേഹി ദേഹം ദേഹിയാ സൗരഭ്യമതീരണേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ദേഹം ദേഹി ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ഓ ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. സ്വരമുയർത്തി പാടട്ടെ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. വിശ്വാസത്തോടെ പാടട്ടെ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ഓ ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. പാടട്ടെ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ഓ ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ഓ ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ.
സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ദേഹം ദേഹിയാവിനെ സൗരഭ്യമായി തീർത്തിടണേ. കരങ്ങളുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ായി മരണത്തോടടുത്തു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്ന് പറഞ്ഞു, നീ നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, 3-ാം ദിവസം നീ മരിക്കും. ഹെസക്കിയ ചുവരിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എത്ര തീഷ്ണതയോടും ആത്മാർത്ഥതയോടും കൂടെയാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചതെന്നോർക്കണമേ. പിന്നീട് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു. യെശയ്യാ രാജാവിൻ്റെ മുറിയിൽ നിന്നിറങ്ങി രാജാ കൊട്ടാരത്തിൻ്റെ കവാടം കടന്ന് പുറത്തുള്ള രാജവീതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് യെശയ്യായ്ക്കുണ്ടായി. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണുനീര് കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ ദേവാലയത്തിലേക്ക് പോകും. 15 വർഷം കൂടി നിന്റെ ആയുസ് ഞാൻ ദീർഘിപ്പിക്കും. അസീറിയ രാജാവായ സെന്നക്കെരീബിൻ്റെ കരങ്ങളിൽ നിന്നും നിന്നെയും നിന്റെ രാജ്യത്തെയും ഞാൻ സംരക്ഷിക്കും. നിന്റെ പിതാവായ ദാവീദിനെ പ്രതി നിന്റെ നഗരമായ ജെറൂസലേമിനെ ഞാൻ സംരക്ഷിക്കും. ഞാൻ നിന്റെ കണ്ണുനീര് കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ദൈവം യെശയ്യായോട് പറഞ്ഞു, നീ മടങ്ങിച്ചെന്ന് നിന്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണുനീര് കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിൻ്റെ മുൻപിൽ നിന്ന് പ്രത്യേകിച്ച് അച്ഛനർപ്പിച്ച എല്ലാ ദിവ്യബലികളുടെ യോഗ്യതയാൽ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകമായി ജനത്തിൻ്റെ കണ്ണുനീരിനോടും പ്രാർത്ഥനയോടും ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് അച്ഛനെ അങ്ങ് തൊട്ടു സുഖപ്പെടുത്തണമേ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം, അവിടുന്ന് കരുണയോടെ കരങ്ങൾ നീട്ടി അവനെ സ്പർശിച്ചു. അവിടുന്ന് കരുണയോടെ കരങ്ങൾ നീട്ടി അവനെ സ്പർശിച്ചു. കർത്താവേ, അങ്ങയുടെ കരുണയേറിയ കരങ്ങൾ നീട്ടി തൊടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ഉന്നത സാന്നിധ്യം ദേവാലയത്തിലായിരിക്കുന്നത് പോലെ ആ സ്ഥലം മുഴുവൻ വ്യാപരിക്കട്ടെ. ഈശോയെ, അങ്ങ് കടന്നു ചെന്ന് സുഖപ്പെടുത്തണമേ. കർത്താവേ, അങ്ങ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ജെറുസലേമിലും യൂദയായിലും ഇസ്രായേലിൻ്റെയും സമറിയായിലെയും യൂദയായുടെയും നസ്രത്തിൻ്റെയും കഫർനാവിൻ്റെയും ഗ്രാമനഗര വീതികളിൽ കടന്നു ചെന്ന് ഓരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തിയില്ലേ? അതേ ശക്തിയോടുകൂടി ഈ സമയത്ത് കർത്താവെ അങ്ങ് കടന്നു വരണമേ. കർത്താവെ, രക്തസ്രാവക്കാരിയായ സ്ത്രീ പ്രാർത്ഥിച്ചു, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അവൾ അങ്ങയുടെ അടുത്തേക്ക് കടന്നു വന്ന് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു. കർത്താവെ, അങ്ങയിൽ നിന്ന് ശക്തി പ്രവഹിച്ച് അവളെ സ്പർശിച്ചു സുഖപ്പെടുത്തി. കർത്താവെ, അതേ ശക്തിയോടുകൂടി കർത്താവെ അങ്ങ് കടന്നു വന്ന് തൊട്ടു സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ശതാധിപൻ അങ്ങയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എൻ്റെ ഭൃത്യൻ രോഗാവസ്ഥയിലാണ്, കർത്താവെ അങ്ങ് ഒന്ന് സുഖപ്പെടുത്തണം. ഈശോയെ, അങ്ങ് പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് സുഖപ്പെടുത്താം. കർത്താവെ, അവൻ പറഞ്ഞു, അങ്ങൊരു വാക്കരുൾ ചെയ്താൽ മതി, അവൻ സുഖപ്പെടും. അങ്ങൊരു വാക്കരുൾ ചെയ്താൽ മതി, അവൻ സുഖപ്പെടും. ഈശോയെ, ഇപ്പോൾ ദൂരെ ആയിരിക്കുന്ന ആശുപത്രിയിലായിരിക്കുന്ന അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു, അങ്ങൊരു വാക്കരുൾ ചെയ്താൽ മതി, അച്ഛൻ സുഖപ്പെടും. ഈശോയെ, അങ്ങ് കടന്നു വരണമേ.
അങ്ങയുടെ വാക്കരുൾ ചെയ്ത് തൊട്ട് സുഖപ്പെടുത്തണമെന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ആ സമയം ഈശോയെ അങ്ങ് പറഞ്ഞു, ഞാൻ മനസ്സാണ്, അവൻ സുഖപ്പെടട്ടെ. കർത്താവെ, ആ നിമിഷം ശതാധിപന്റെ ഭൃത്യൻ സുഖപ്പെട്ടു. അനേക കിലോമീറ്ററുകൾ, അനേക മൈലുകൾ ദൂരെയായിരുന്ന അവൻ സുഖപ്പെട്ടു. കർത്താവെ, അങ്ങയുടെ വാക്കിന്റെ ശക്തിയിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അച്ഛൻ്റെ ശരീരത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. നടീഞരമ്പുകൾ, ശരീരകോശങ്ങൾ, അസ്ഥികൾ, മാംസപേശികൾ സമർപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. തൊട്ട് സുഖപ്പെടുത്തണമെന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അങ്ങയുടെ ജീവന്റെ സമൃദ്ധി കർത്താവെ അച്ഛൻ്റെ ശരീരം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഉന്നത ശക്തിയും ഉന്നത മഹത്വവും ഉന്നത സാന്നിധ്യവും കർത്താവെ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയെ, അങ്ങയുടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളുടെ ശക്തി കർത്താവെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തെ മുഴുവൻ, ഈ ഇടവക ജനത്തെ മുഴുവൻ, ഞങ്ങളുടെ രൂപതയെ മുഴുവൻ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതകളോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അച്ഛൻ ചെയ്ത എല്ലാ പ്രാർത്ഥനകളോടും ചേർത്ത് സമർപ്പിക്കുന്നു. അർപ്പിച്ച എല്ലാ ദിവ്യബലികളുടെയും യോഗ്യതകളോട് ചേർന്ന് സമർപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായിരിക്കുന്നു. 1 പത്രോസ് 2:24 വചനത്തിൻ്റെ ശക്തി കർത്താവെ അച്ഛനിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപാട് 12:11 അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും വിജയം നേടി. കർത്താവെ, സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനത്താൽ കർത്താവെ അങ്ങയുടെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ രോഗസൗഖ്യം കർത്താവെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോട് ചേർത്ത് കർത്താവെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ അടുത്ത് വന്ന രോഗികളെ അങ്ങ് തൊട്ടു സുഖപ്പെടുത്തി. കർത്താവെ, അങ്ങ് അടുത്ത് ചെന്ന് സുഖപ്പെടുത്തി. കുഷ്ഠരോഗി പറഞ്ഞു, കർത്താവെ, അങ്ങ് മനസ്സാകുന്നെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ അടുത്തു വന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. കർത്താവെ, മർക്കോസിന്റെ സുവിശേഷം 1:41 പറയുന്നു, അങ്ങ് കരുണയോടെ കരങ്ങൾ നീട്ടി അവനെ സ്പർശിച്ചു. ആ നിമിഷം അവന്റെ കുഷ്ഠരോഗം വിട്ടുമാറി, അവൻ ശുദ്ധനായി. ഈശോയെ, അങ്ങ് തൊട്ടു സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയേറിയ കരം കർത്താവെ അങ്ങ് നീട്ടി സുഖപ്പെടുത്തണേ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഈ ജനത്തിന്റെ മുഴുവൻ പ്രാർത്ഥനകളോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മുഴുവൻ കർത്താവെ പ്രാർത്ഥനാ യോഗ്യതകളോട് ചേർത്ത് സമർപ്പിക്കുന്ന ഈ ദേവാലയത്തിന്റെ മുഴുവൻ യോഗ്യതകളോട് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പിതാവിന്റെ എല്ലാ പ്രാർത്ഥന ശ്ലൈഹിക ആശീർവാദത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും കർത്താവെ പ്രാർത്ഥന ശക്തികളോട് ചേർന്ന് പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കോൺഗ്രിഗേഷന്റെ പ്രൊവിൻഷ്യൽ അച്ഛൻ്റെയും കൗൺസിലർ അച്ഛന്മാരുടെയും ഈ സമൂഹത്തിലെ എല്ലാ വൈദികരുടെയും പ്രാർത്ഥനാ യോഗ്യതകളോട് ചേർത്ത് കർത്താവെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും കർത്താവെ ജീവിതങ്ങളെ സമർപ്പിച്ച് ചേർത്ത് വെച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഈ സമയം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് അങ്ങയുടെ രക്തത്തിൻ്റെ യോഗ്യതകളോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അച്ഛൻ്റെ ശരീരത്തിലേക്ക് മുഴുവൻ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ. അച്ഛൻ സ്വീകരിച്ച ഓരോ വിശുദ്ധ കുർബാനയിൽ നിന്നും കടന്നു വന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകം, സ്വീകരിച്ച തിരുശരീര രക്തങ്ങളുടെ അഭിഷേകം അച്ഛൻ്റെ ശരീരങ്ങൾ, നടീഞരമ്പുകൾ, ശരീരകോശങ്ങൾ, അസ്ഥികൾ, മാംസപേശികൾ, രക്തചംക്രമണ വ്യവസ്ഥകൾ, ബോധമണ്ഡലങ്ങൾ, ചിന്താമണ്ഡലങ്ങൾ, വികാരവിചാരങ്ങൾ മുഴുവൻ കർത്താവെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഈ നിമിഷം അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുവിലാവിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവെ, അങ്ങയുടെ തിരുവിലാവിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ രക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവെ, അങ്ങയുടെ തിരുവിലാവിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ രക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ സമയത്ത് നമുക്ക് കരുണക്കൊന്തയുടെ ഈ രഹസ്യങ്ങൾ പാടി കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം അച്ഛൻ്റെ ശരീരത്തിലേക്ക്, ആ സ്ഥലത്തേക്ക്, അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിലേക്ക്, നഴ്സുമാരിലേക്ക്, അവിടെയുള്ള എല്ലാവരിലേക്കും, ഉപകരണങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് എല്ലാം വ്യാപരിക്കാൻ വേണ്ടി ഈ കരുണക്കൊന്തയുടെ രഹസ്യം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ പീഡാസഹനങ്ങളെ നിന്നും പിതാവേ
മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാരിന്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻ പ്രിയമക്കൾ. നിൻ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനായ ഈശോതൻ തിരുമേനി ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. കർത്താവേ, പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ രോഗസൗഖ്യത്തിന് വേണ്ടി സമർപ്പിച്ചു പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്നേ ദിവസം ഞങ്ങളുടെ രൂപതയുടെ പിതാവായ സെബാസ്റ്റ്യൻ പിതാവും അതോടൊപ്പം തന്നെ ഈ സഭയുടെ പ്രൊവിൻഷ്യൽ കൗൺസിലർ അച്ഛന്മാരും എല്ലാവരും ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, രോഗസൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ പൂർണ്ണമായിട്ടും ഈ ഇടവകയുടെയും ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ വൈദികരുടെയും കർത്താവെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാലും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളുടെ ശക്തിക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു. ജനം അവനു വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു. സഭ അവനു വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിലെത്തി അവൻ്റെ കൈകളിൽ നിന്നും ചങ്ങലകൾ എടുത്തുമാറ്റി കാരാഗ്രഹ വാതിലുകൾ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൻ്റെ പുറത്തെത്തിച്ചു. ജനം സമ്മേളിച്ചിരുന്ന ഇസ്രായേൽ ആദിമ ക്രൈസ്തവ സമൂഹം സമ്മേളിച്ചിരുന്ന ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കർത്താവെ, ജനം തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദൂതന്മാരിറങ്ങി സൗഖ്യം നൽകണമേ. കർത്താവെ, അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം അവിടെ മുഴുവൻ വ്യാപരിക്കട്ടെ. 34-ാം സങ്കീർത്തനം 7-ാം വാക്യം, കർത്താവിൻ്റെ ദൂതൻ അവരുടെ ഭക്തരുടെ ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കുന്നു. കർത്താവായ ഈശോയെ, റഫായേൽ ദൈവദൂതൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ. തോബിത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അവൻ്റെ കണ്ണുകളിൽ നിന്ന് വെളുത്ത പടലം നീക്കം ചെയ്ത് അവന് കാഴ്ചശക്തി തിരിച്ചു നൽകാൻ ദൈവം റഫായേൽ ദൈവദൂതനെ അയച്ചു. കർത്താവെ, ഉത്തമ ദൂതന്മാരെ അയച്ച് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ വീണ്ടും പറയുന്നു, പൗലോസും സീലാസും കാരാഗ്രഹത്തിലായിരുന്നു. അർദ്ധരാത്രിയോട് അടുത്ത് അവർ ഉണർന്ന് ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറകൾ ഇളകുകയും അവരുടെ കയ്യിലെ ചങ്ങലകൾ ഊർന്നു വീഴുകയും ചെയ്തു. കർത്താവെ, അങ്ങയെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ മാറുന്നു, സൗഖ്യം ലഭിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ബന്ധനങ്ങൾ, തടസ്സങ്ങൾ വിട്ടുമാറി ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിൻ്റെ സൗഖ്യം പൂർണ്ണമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം,
ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്താൽ സൗഖ്യപ്പെടുത്തി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ഉന്നത ശക്തിയും സംരക്ഷണവും കടന്നു വരട്ടെ. രോഗങ്ങൾ മാറുന്ന ദൈവിക ശക്തി കർത്താവെ, ഈ ആരാധന ഗാനത്തിൽ കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ വിട്ടുമാറാൻ, കർത്താവെ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ എടുത്തുമാറ്റപ്പെടാൻ അങ്ങയുടെ ഉന്നത മഹത്വത്തിൻ്റെ ശക്തിയോട് ചേർന്ന് ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തോട് ചേർന്ന് ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ഉന്നതമായ ദൈവിക സാന്നിധ്യം ആ സ്ഥലം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് അങ്ങയുടെ ഒരു വലിയ ശക്തി കടന്നു വരട്ടെ, അങ്ങയുടെ വലിയ മഹത്വം കടന്നു വരട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ മുഴുവൻ വ്യാപരിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, കനായിലെ വിവാഹ വിരുന്നിൽ അമ്മ കടന്നു വന്ന് അവരുടെ കുറവുകൾ പരിഹരിക്കാൻ മധ്യസ്ഥയായി നിന്നല്ലോ. അമ്മേ മാതാവേ, ആദിമ ക്രൈസ്തവ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി നിന്നത് അമ്മയാണല്ലോ. കാൽവരി മലയിൽ കർത്താവിൻ്റെ പീഡാസകന വേളയിൽ പരിശുദ്ധമ്മേ മാതാവേ, അമ്മയാണല്ലോ അവിടെ ഉണ്ടായിരുന്ന ഈശോയെ സ്നേഹിച്ച് എല്ലാവരെയും ഒന്നിച്ചുകൂടി നിർത്തിയത്. മഗ്ദലന മറിയത്തെയും ക്ലോഫാസിൻ്റെ ഭാര്യയായ മറിയത്തെയും സലോമിയെയും യോഹന്നാനെയും എല്ലാം ഒന്നിച്ച് ചേർത്ത് നിർത്തിയത് അമ്മയാണല്ലോ. അമ്മ ഈ സമയം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ഈ ദുഃഖത്തിൻ്റെ വേളയിൽ അമ്മേ മാതാവേ, അമ്മ ഞങ്ങളുടെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്നവളായി കൂടെ ഉണ്ടാകണമേ. അമ്മേ മാതാവേ, അമ്മയുടെ ഉന്നതമായ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. പ്രത്യേകമായിട്ട് അമ്മയുടെ ഒരു വലിയ സാന്നിധ്യം അച്ഛൻ്റെ അടുത്തുണ്ടാകട്ടെ. യോസേപ്പിതാവേ, അങ്ങയുടെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. മത്തായി സ്ലിഹായെ, അങ്ങയുടെ ഉന്നതമായൊരു സാന്നിധ്യം കൂടെ ഉണ്ടാകട്ടെ. വിശുദ്ധാത്മാക്കളെ, ദൂതന്മാരെല്ലാവരും നിങ്ങൾ കൂടെ ഉണ്ടാകണമേ. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ആരാധന ഗാനത്തിൽ നമ്മൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അച്ഛനെ സമർപ്പിച്ച് വലിയ ദൈവിക ശക്തി അവിടെ മുഴുവൻ വ്യാപരിക്കാൻ, ദൈവിക മഹത്വത്തിൻ്റെ തേജസ് അവിടെ എല്ലാം ഇറങ്ങാൻ ഈ സമയത്ത് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മനസാവുന്ന സുഖമാക്കുവാ ഒരു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യതയിലും ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ചൂടം ഞാൻ സുഖമാക്കുവാ മനസാകുമോ സുഖമാക്കുവാ ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യതയിലും ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ചൂടം ഞാൻ സുഖമാക്കുവാ മനസാകുമോ സുഖമാക്കുവാ. അനാഥരല്ല ബലഹീനരല്ല നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ചേർന്ന് പാടാം. അനാഥരല്ല ബലഹീനരല്ല നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ചേർന്ന് പാടുകയാണ്.
ബലഹീനരല്ല നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൻ ഫലമുളവാകാം കൃപ ചൊരിയണമേ നാഥാ. വിശ്വാസത്തിൻ ഫലമുളവാകാം കൃപ ചൊരിയണമേ നാഥാ. കൃപ ചൊരിയണമേ നാഥാ. മനസ്സാകുമോ നാഥ, മനസ്സാ ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആപാദചൂഡം ഞാൻ സുഖമാകുവാൻ മനസ്സാകുമോ നാഥ സുഖമാകുവാൻ. ഒരു വാനിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥാ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആപാദചൂഡം ഞാൻ സുഖമാകുവാൻ മനസ്സാകുമോ നാഥ സുഖമാകുവാൻ. കർത്താവേ, പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ഈ സമയത്തെ അവസ്ഥകളെല്ലാം ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനു ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ വചനത്തിൻ്റെ ശക്തി അച്ഛൻ്റെ ശരീരം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നദി കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കർത്താവെ സമർപ്പിക്കുന്നു. ആരാധന ആശീർവാദത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ സമയത്ത് ആശുപത്രിയിലായിരിക്കുന്ന അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാവോക്ക് എന്ന കടവിൽ രാത്രി മുഴുവൻ ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തിയ യാക്കോബ് രാവിലെ ദൈവദൂതൻ വിട്ടുപിരിയുമ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. കർത്താവെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. ഈശോയെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടല്ലാതെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കടന്നു വന്ന് ഉറപ്പ് നൽകിയിട്ടല്ലാതെ, അച്ഛൻ്റെ ശരീരത്തെ കർത്താവെ തൊട്ടിട്ടല്ലാതെ, അച്ഛൻ്റെ അടുത്ത് ചെന്ന് തൊട്ട് സുഖപ്പെടുത്തിയിട്ടല്ലാതെ കർത്താവെ അങ്ങ് ഞാൻ വിടുകയില്ല. പ്രാർത്ഥിക്കുന്ന കർത്താവെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടുകയില്ല. ഈശോയെ കടന്നു ചെന്ന് തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അടുത്തേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അച്ഛൻ്റെ ശാരീരിക അവസ്ഥകളിൽ, ആ സ്ഥലത്തായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെയുള്ള എല്ലാവരെയും
അവിടെയുള്ള സാഹചര്യങ്ങളെ, അവിടെയുള്ള വ്യക്തികളെ, ഡോക്ടർമാരെ, നഴ്സുമാരെ, കർത്താവെ ഉപകരണങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊട്ട് സുഖപ്പെടുത്തിയിട്ടല്ലാതെ, കടന്നു വന്ന് സൗഖ്യപ്പെടുത്തിയിട്ടല്ലാതെ, കർത്താവെ തൊട്ട് അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടുകയില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഉന്നത ശക്തിയുടെ അഭിഷേകത്താൽ കടന്നു വന്ന് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത ശക്തിയുടെ സംരക്ഷണം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ സമയത്ത് ഉന്നതാഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മേ, അമ്മ ഒന്ന് തുറന്നു വരണമേ. അമ്മയെ അമ്മ ഒന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ ഉന്നത സാന്നിധ്യവും സംരക്ഷണവും നിറയ്ക്കണമേ. ഈ ആരാധനയുടെ ആശീർവാദ സമയത്ത് ഈശോയെ ഞങ്ങളെല്ലാവരും സമർപ്പിക്കുന്നു. സ്ഥലങ്ങളെ, സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, കടന്നു വരണമേ, തുടരണമേ, അനുഗ്രഹിക്കണേ. അമ്മേ, ദൂതന്മാരെ, വിശുദ്ധാത്മാക്കളെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതനേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. Hallelujah.